കോഴിക്കോട് കൊടുവള്ളിയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേർ കൂടി പിടിയിലായി. ഇതോടെ കേസിലാകെ പിടിയിലായവരുടെ എണ്ണം 8ആയി. സ്വർണം വിറ്റ പണവുമായി പോയി മണാലിയിൽ ധൂർത്തടിച്ച് ജീവിക്കുകയായിരുന്നു പ്രതികൾ. ഒടുവിൽ ഭോപ്പാലിൽ വെച്ചാണ് ഇവർക്ക് പിടി വീണത്. കേസിലെ മുഖ്യപ്രതിയായ സിനോയ്, സുഹൃത്തുക്കളായ അനൂപ്, അഭിലാഷ് എന്നിവരെയാണ് ഭോപ്പാലിൽ നിന്നും കൊടുവള്ളി പോലീസ് പിടികൂടിയത്. കവർച്ച ചെയ്ത സ്വർണം തൃശൂരിൽ വിൽപ്പന നടത്തിയ ശേഷം പണവുമായി ഡൽഹിയിലേക്ക് മുങ്ങുകയായിരുന്നു പ്രതികൾ. വിൽപ്പന നടത്താൻ സഹായിച്ച അനൂപും രക്ഷപ്പെടാൻ സഹായിച്ച അഭിലാഷും ഒപ്പമുണ്ടായിരുന്നു. മൊബൈൽ ഫോൺ ഓഫ് ചെയ്തതും വീട്ടുകാരുമായോ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെടാത്തതും പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസിന് തലവേദനയുണ്ടാക്കി. ഓൾഡ് മണാലി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രതികളുണ്ടെന്ന് സൂചന ലഭിച്ചതോടെ 5 അംഗ പോലീസ് സംഘത്തെ ഓൾഡ് മണാലിയിലേക്ക് അയച്ചു. പോലീസ് വരുന്നത് നിരീക്ഷിക്കാനായി പ്രതികൾ പലയിടങ്ങളിലായി ആളുകളെ ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു. ഓൾഡ് മണാലിയിൽ അന്വേഷണം നടത്തവെയാണ് പ്രതികൾ ഭോപ്പാലിലേക്ക് കടന്നെന്ന വിവരം ലഭിക്കുന്നത്. ഉടനെ ഭോപ്പാൽ പോലീസിൽ വിവരമറിയിച്ചു. അന്വേഷണ സംഘവും നേരെ ഭോപ്പാലിലേക്ക്. പ്രതികൾ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വെച്ച് പോലീസ് പ്രതികളെ പിടികൂടി. സംഭവത്തിൽ 5 പേരെ നേരത്തെ കൊടുവള്ളി പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ നവംബർ 27-നാണ് സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജു സ്വർണവുമായി ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കാറിലെത്തിയ സംഘം ബൈജുവിനെ ഇടിച്ചു വീഴ്ത്തിയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയും സ്വർണം കവർന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.